ഇവൻ പഠിക്കുന്ന കാലത്താണ് അവന്റെ അച്ഛൻ ഗൾഫിൽ ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചു വന്നത്. ആവശ്യത്തിൽ കൂടുതൽ സമ്പാദ്യം ഉണ്ടായതുകൊണ്ട് തന്നെ അവനും അച്ഛനും അമ്മയും സന്തോഷമായി തന്നെ കഴിഞ്ഞു. പക്ഷേ ആ സന്തോഷം അധിക നാൾ അവർക്കുണ്ടായില്ല. ക്യാൻസർ രൂപത്തിൽ ആ വിധി അവന്റെ അമ്മയെയും കൊണ്ടുപോയി. പിന്നെ കുറെ നാൾ ഒരു ശ്മശാനം പോലെയായി. അപ്പോൾ അവന്റെ അച്ഛന് 40 വയസ്സേ ഉണ്ടായിരുന്നു. വീട്ടുകാർ നിർബന്ധിച്ച് അച്ഛനെ കെട്ടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാധ എന്ന ഒരാളെ കണ്ടെത്തി. ഒരു നാടൻ സ്ത്രീ, നമ്മുടെ നടി രമ്യ നമ്പീശിനെ പോലെ തന്നെ ഐശ്വര്യമുള്ള മുഖവും അതുപോലത്തെ ശരീരവും. ജാതകദോഷം കാരണം കല്യാണം നടക്കാതെ വീട്ടിലിരിപ്പായിരുന്നു. വീട്ടിൽ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്പത്തികമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കല്യാണം പെട്ടെന്ന് തന്നെ നടന്നു. അങ്ങനെ അവന്റെ ജീവിതത്തിലെ രണ്ടാനമ്മ ആ വീട്ടിലേക്ക് വന്നു കയറി. അവന്റെ കല്യാണക്കാരൻ പറഞ്ഞ തൊട്ട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ അച്ഛന് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ അവൻ എതിർക്കാനും നിന്നില്ല. അങ്ങനെ അവർ ആ വീട്ടിലേക്ക് വന്നു കയറി. എന്നാൽ അമ്മ മരിച്ചതിന് ശേഷം അച്ഛന്റെ കൂടെയാണ് അവർ കിടന്നിരുന്നത്. രണ്ടാനമ്മ വന്നതിന് ശേഷം അവൻ അവന്റെ അച്ഛന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നു. ശേഷം അവൻ കിടക്കാനായി മറ്റു റൂമിലേക്ക് തന്റെ തലേണയും പുതപ്പുമെല്ലാം കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴാണ് അച്ഛന്റെ റൂമിലേക്ക് അവർ കയറി വന്നത്. സെറ്റും കൊണ്ടും തലയിൽ മുല്ലപ്പൂവും കയ്യിൽ പാൽ ഗ്ലാസുമായി തെല്ല് നാണത്തോടെയാണ് അവർ കയറി വന്നത്. അന്നേരം അച്ഛൻ ബാത്റൂമിലായിരുന്നു. ചിറ്റമ്മ അവനെ കണ്ടതും ആകെ വിടറി വെളുത്തു. നല്ലപോലെ ചമ്മി എന്ന് അവന് മനസ്സിലായി. അവരും ആകെ ചമ്മലായി. പെട്ടെന്ന് അവർ ചോദിച്ചു, മോൻ എവിടെയാണോ കിടക്കാറ്? ഞാൻ അച്ഛന്റെ കൂടെയാണ് കിടക്കാറുള്ളത്. ഇപ്പൊ ചിറ്റമ്മ വന്നതുകൊണ്ട് ഞാൻ അപ്പുറത്തെ റൂമിലേക്ക് പോവാണ്. അച്ഛനെവിടെ? അച്ഛൻ ബാത്റൂമിലോ? ഇന്ന് എന്തോ പതിവില്ലാതെ കുളിക്കാൻ അറിയാക്ക. അത് കേട്ട് അവരൊന്ന് ചിരിച്ച് തല താഴ്ത്തി. അങ്ങനെ അവൻ തലയുടെയും ബെഡ്ഷീറ്റും എല്ലാം വാരി എടുത്തുകൊണ്ട് പോകാൻ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞ ചിറ്റമ്മയും അവനോടൊപ്പം കൂടി. എന്നിട്ട് റൂമിൽ ചെന്ന് ആ കിടക്കയും വിരിയും നല്ലപോലെ വിരിച്ചു കൊടുത്തു. എന്നിട്ട് അവനോട് ചോദിച്ചു, നീ കുളിച്ചതാണോ? ഞാൻ നേരത്തെ കുളിച്ചതാ. പിന്നെ ഇപ്പൊ കുളിക്കേണ്ട ആവശ്യം എനിക്ക് ഇല്ലല്ലോ, അവൻ മറുപടി പറഞ്ഞു. പിന്നെ അവർ വീണ്ടും ചോദിച്ചു, നിനക്ക് വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ? നീ രാത്രി പാലും വെള്ളം എന്തെങ്കിലും കുടിക്കാറുണ്ടോ മോനെ? ഒന്നുമില്ല ചിറ്റമ്മേ, എനിക്ക് അങ്ങനെയുള്ള ശീലമൊന്നുമില്ല. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ എന്താവശ്യമുണ്ടെങ്കിൽ ഈ ചിറ്റമ്മയെ വിളിക്കാൻ മറക്കരുത്. ശരി ചിറ്റമ്മേ. അപ്പോഴാണ് അച്ഛനൊരു വെള്ളം കൊണ്ടും ചുറ്റി ദേഹത്താകെ പൗഡർ ഇട്ടുകൊണ്ട് വന്നത്. രാധമ്മേ, വാ കിടക്കാം. അതാ വരുന്നു ചേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അവർ അച്ഛൻ്റെ കൂടെ റൂമിൽ കയറി വാതിൽ വെച്ചു. അന്ന് രാത്രി അവൻ റൂമിൽ ഒറ്റയ്ക്കായിരുന്നതിനാൽ അവൻ ഒട്ടും ഉറക്കം വന്നിരുന്നില്ല. അവന് പതിവില്ലാതെ അന്ന് വല്ലാതെ ദാഹിച്ചു. അതുകൊണ്ട് അവൻ വെള്ളം കൊടുക്കാനായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവൻ വെള്ളം കൊടുക്കാനായി ഫ്രിഡ്ജിനടുത്തേക്ക് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. അവൻ പെട്ടെന്ന് പേടിച്ചു പോയെങ്കിലും വീണ്ടും അതുപോലെ ശബ്ദം കേട്ടു. അത് അച്ഛൻ്റെ മുറിയിൽ നിന്നായിരുന്നു. അവനത് കുറച്ചു നേരം കേട്ടു നിന്നു. അപ്പോൾ അവന് മനസ്സിലായി അത് ചിറ്റമ്മയുടെ ശബ്ദമാണെന്ന്. അവൻ വേഗം തന്നെ വെള്ളം എടുത്ത് കുറിച്ച് മുറിയിലേക്ക് പോയി കണ്ണുകൾ ഇറുക്കി പുതച്ചു മൂടി കിടന്നു. പിന്നെ എപ്പോഴും അവൻ ഉറങ്ങിപ്പോയി. വീട്ടിൽ നിന്ന് അവൻ നേരത്തെ എഴുന്നേറ്റ് വന്നു. എന്നാൽ അപ്പോഴും ചുറ്റമ്മയും അച്ഛനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അവൻ എണീറ്റ് നേരെ പുറത്തു പോയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ചുറ്റും എണീറ്റ് വരുന്നത് അവൻ കണ്ടു. നല്ല ക്ഷീണത്തോടെയായിരുന്നു ചുറ്റുമ്പോൾ നടന്നു വരുന്നുണ്ടായിരുന്നത്. മുടിയെല്ലാം പാറി പറന്ന് കിടക്കുന്നുണ്ടായിരുന്നു. കിച്ചണിലേക്ക് പോകുന്ന വഴിയിൽ രാഹുൽ ജീവൻ ഉമ്മർത്തിരിക്കുന്നത് ചുറ്റുമ്പോ കണ്ടു. അവർ നേരെ ജീവന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോൻ നേരത്തെ എഴുന്നേറ്റോ? ഇന്ന് നേരത്തെ എഴുന്നേൽക്കാറുണ്ടോ? എനിക്കറിയില്ലായിരുന്നു. ഇത് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മോനെ, അതുകൊണ്ട് എനിക്ക് നേരം വൈകിയത്. മോൻ ഇപ്പൊ ചായ തരാൻ കേട്ടോ. അയ്യോ, എനിക്ക് തിരക്കൊന്നുമില്ല ചിറ്റമ്മേ, ഞാൻ അങ്ങനെ നേരത്തെ ഒന്നും അടിക്കാറില്ല. ഇന്നലെ എന്തോ ഉറക്കം തീരെ ശരിയായില്ല. രാത്രി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ഉറങ്ങിപ്പോയി എന്ന് എനിക്ക് ഓർമ്മയില്ല. പിന്നെ പുലർച്ചെ എഴുന്നേറ്റപ്പോൾ ഉറക്കം വന്നില്ല. ആണോ? അല്ല, എന്തായിരുന്ന ശബ്ദം? ചിറ്റമ്മയ്ക്ക് അറിയാത്ത പോലെ. അത് കണ്ട് ചിറ്റമ്മ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറച്ചൊക്കെ കളിയാക്കത്തെ. അല്ല, നിനക്കൊന്ന് കോളേജിൽ പോകണ്ടേ? വേണ്ട, ഞാൻ ലീവാണ്. ശരി, എന്നാൽ ഞാൻ ചായ ഇട്ടിട്ട് വരാം. അങ്ങനെ അവർ ചായ വെച്ചു. പിന്നെ അച്ഛൻ എഴുന്നേറ്റ് അതേപോലെ പറമ്പിലേക്ക് ഇറങ്ങി. അങ്ങനെ അവരുടെ ജീവിതം പിന്നെയും സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. ജീവനുമായി നല്ല കമ്പനിയായിരുന്നു രാധമ്മ. അവന്റെ കൂട്ടുകാരും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാറുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വരുമ്പോൾ ചിറ്റമ്മയ്ക്ക് ഒരു പ്രത്യേക ആവശ്യവും സന്തോഷവും ഉണ്ടാകുന്നത് ജീവൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം, എന്താണെങ്കിലും വിട്ടത് പരിപാടി? ഇതാരും ജോണോ? എന്താണ് രാവിലെ തന്നെ? ഒന്നുമില്ലെന്ന്. ഇന്നലെ പോയപ്പോ ഒന്ന് കയറിയുന്നുള്ളൂ. ജോൺ ജീവന്റെ വളരെ അടുത്ത കൂട്ടുകാരനാണ്. രാധയുമായിട്ട് നല്ല അടുപ്പമാണ് അവനെ. ഞാൻ ഈ ചെടികൾക്കൊക്കെ വളരായിരുന്നു. നീ അകത്തേക്ക് കേൾക്കടാ, ആന്റി അവിടെ ഉണ്ട്. രാഹുൽ ഇല്ല അങ്കിൾ? അയ്യോ ഇല്ലല്ലോ, അവന് മാർക്കറ്റിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വിട്ടിരിക്കുക. ഇന്ന് ഞായറാഴ്ചയല്ലേ? അതെയോ, അവനിപ്പോ വരും. നീ അകത്തേക്ക് കയറിയിരിക്കുക. അവൻ വന്നിട്ട് അകത്തേക്ക് കയറി. എന്നിട്ട് ആന്റി, ആരാ അവിടെ? ഞാൻ ആന്റി ജോൺ. മോനായിരുന്നു. ഞാനിവിടെ അകത്താടാ, അങ്ങോട്ട് വാടാ. ജോൺ, ഞാൻ അകത്തേക്ക് കയറിപ്പോയി. ഇതാ ഇത്ര ദിവസമായി കണ്ടിട്ട്, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? നീ എന്നാ ചെന്നേന്ന് വന്നേ? ഞാൻ 2 ദിവസമായുള്ളൂ ആന്റി. അവിടെ എന്തൊക്കെയുണ്ടോ വിശേഷം? അവിടുത്തെ വിശേഷങ്ങൾ കുറെ പറയാനുണ്ട്. പിന്നെ എനിക്ക് ദാഹിച്ചിട്ട് വയ്യ ആന്റി. ആണോ? നിന്റെ ദാഹം മാറ്റിത്തരാം. അപ്പോഴേക്കും നീ പെട്ടി തുറക്കാൻ പറ്റുമോ നോക്കണേ. അതെന്താ ആന്റി, ഞാൻ തുറന്നു തരാമല്ലോ. ശേഷം അവൻ പെട്ടി തുറന്നു കൊടുത്തു. അവനെ നല്ല ചൂട് പാലക്കാരന് കാപ്പി വെച്ച് കൊടുത്തു. അപ്പോഴേക്കും അവർ ആകെ വിയർത്തു കുടിച്ചിരുന്നു. വല്ലാത്ത തളർച്ചയും ഉപ്പമാവ് വിശേഷങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ജീവൻ സാധനങ്ങളുമായി വന്നു. അപ്പോൾ ജോണും രാധയും റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ഈ ചെക്കൻ്റെ വിശേഷങ്ങൾ കേട്ടിട്ട് നേരെ പോകുന്നതേ അറിയില്ല. നീ ഇരിക്കടാ, ഞാൻ നല്ല നത്തോലി ഫ്രൈയും ബീഫ് എത്തിയതും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, കഴിച്ചിട്ട് പോകാം. ജീവനെ ഒന്ന് പറയടാ. ചിറ്റമ്മ പോയി ഉണ്ടാക്കിക്കോളൂ. അവൻ കഴിച്ചിട്ടേ പോകുള്ളൂ, ഇല്ലെങ്കിൽ അവനെ കൂടി ഞാൻ കഴിപ്പിക്കും. പാടാ. അങ്ങനെ അവർ രണ്ടുപേരും അവന്റെ റൂമിലേക്ക് പോയി. മണിക്കൂറുകൾക്ക് ശേഷം ചിറ്റമ്മ വന്ന് അവരെ കഴിക്കാനായി വിളിച്ചു. രണ്ടുപേരും നത്തോലി ഫ്രൈയും ബീഫ് ഉലർത്തിയതും നല്ലപോലെ കഴിച്ചു. പിന്നെ അവന്റെ അച്ഛനെ കഴിക്കാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൻ യാത്ര പറഞ്ഞു പോയി. ശേഷം അവന് ഡിഗ്രിക്ക് റാങ്ക് കിട്ടിയപ്പോൾ അവൻ അച്ഛനും ചിറ്റമ്മയും കൂടി ഒരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. അത് അവൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ അച്ഛനെയും ചിറ്റമ്മയും കൊണ്ട് അത് ചുറ്റിക്കറങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജീവന്റെ അച്ഛനോട് ഗൾഫിലേക്ക് ഒന്ന് ചെല്ലണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വിളിച്ചത്. എന്തോ ബിസിനസിന്റെ കാര്യത്തിന് വേണ്ടി.
നീ ഒന്നിനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മറിയതായിരുന്നു. എന്നാലും അവർ ടിക്കറ്റും വിസയും അയച്ചു കൊടുത്തപ്പോൾ പോകേണ്ടി വന്നു ഒരാഴ്ചയ്ക്ക്. ഇനി ചിറ്റമ്മയും ജീവനുമായിട്ട് കൈവിട്ടു. ചിറ്റമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് അവർ പുറത്തേക്ക് ഇങ്ങോട്ട് പോയില്ല. ചിറ്റമ്മയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിന്നാലെ തന്നെയായിരുന്നു. ഒരു ദിവസം ചിറ്റമ്മ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിറ്റമ്മ കുളിക്കാൻ കയറുമ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു. എന്നാൽ കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയതും ആകെ വളരെ മുഖത്തോടെയും വാതിലരികെ നിൽക്കുന്ന കണ്ടു. ചിറ്റമ്മ പരിഭ്രാന്തിയോട് ചോദിച്ചു, എന്താടാ ഇവിടെ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. ചിറ്റമ്മ അവിടെ ആണെന്ന് ഞാൻ വന്നതാ. നീ അവിടെ പോയി ഇരിക്കുക, ഞാൻ ചോറെടുത്ത് വെക്കാം. രാധമ്മയ്ക്ക് അന്ന് രാത്രി ഉറക്കം വന്നില്ല. അവർ എന്നിട്ട് ജീവന്റെ അടുത്തേക്ക് പോയി. അവനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ചോദിച്ചു, എന്ത് ചിറ്റമ്മ? ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് വന്നതാ. എനിക്ക് ഉറക്കം വന്നില്ല, എന്നാൽ നമുക്ക് ഉമ്മറത്തേക്ക് ഇരുന്നാലോ? നല്ല നിലാവുണ്ട്. അവനും അതിന് സമ്മതിച്ചു. പിന്നെ അവൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെനിക്ക് മനസ്സിലായി നിന്റെ മുഖം കണ്ടപ്പോൾ. എന്താണ് എന്താണ് കാര്യം പറഞ്ഞ? അത് ചിറ്റമ്മ, എനിക്ക് എനിക്ക് കോളേജിൽ പഠിച്ചത് പെൺകുട്ടിയുടെ ഇഷ്ടത്തിലാണ്. പക്ഷെ അവളിപ്പോൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല ചിറ്റമ്മ. പക്ഷെ എനിക്ക് അവളെ മറക്കാൻ കഴിയുന്നില്ല. എന്താ പ്രശ്നമെന്ന് അവളോട് ചോദിക്കാനില്ലേ മോനെ? അതറിയില്ല ചിറ്റമ്മ. അവിടെ വീട്ടിൽ അറിഞ്ഞെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ പേടിച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഞാൻ അവളുടെ അച്ഛൻ്റെ അമ്മയോടും ചെന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞത്. എന്നിട്ട് അവളെ കേൾക്കുന്നില്ല. എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ചിറ്റമ്മ. നീ സങ്കടപ്പെടാതെ ഇരിക്കേ, എല്ലാം ശരിയാകും. ഈ ചിറ്റമ്മയില്ല നിന്റെ കൂടെ. അവൾക്ക് നിന്റെ സ്നേഹം മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ്. ചിറ്റമ്മ അവനെ ആശ്വസിപ്പിച്ചു. നീ ആ നിലാവിലോട്ട് നോക്കിയിരിക്കും, എല്ലാ വിഷമങ്ങളും മാറും. പിന്നെ ആ നിലാവിന്റെ വെളിച്ചത്തിൽ പാലക്കെട്ടിൽ വലിയ ചെടികൾ പടർന്നു കയറി. പാലപ്പൂ സുഗന്ധം പരത്തി. പിറ്റേന്ന് വളരെ സന്തോഷവാനായാണ് അവൻ ഉണർന്നത്. എന്നാൽ അവൻ ഉണർന്നു ചെന്ന് ചുറ്റും നോക്കിയപ്പോൾ അവിടെ ആരെയും കാണാനില്ല. അവൻ ആകെ വിഷമിച്ച് ചിറ്റമ്മയുടെ ഫോൺ വീട്ടിൽ തന്നെയായിരുന്നു. അവൻ ഉമ്മർപ്പടിയിൽ പോയി കാത്തിരുന്നു. കുറച്ചു കഴിയുമ്പോൾ ചുറ്റി നടന്നു വരുന്നത് അവർ കണ്ടു. അവർ ചോദിച്ചു, എവിടെ പോയിരുന്നു? ഞാൻ എത്ര നേരമായി അന്വേഷിക്കുന്നു. ഞാൻ ആകെ പേടിച്ചു പോയി. അതുകൊണ്ട് ചിറ്റമ്മ പറഞ്ഞു, നീ ആദ്യം പോയി ഫോൺ എടുത്ത് നോക്ക്. എന്താ എൻ്റെ ഫോണിൽ പോയി നോക്കടാ. അവൻ നോക്കിയപ്പോൾ അവൻ്റെ പെണ്ണിൻ്റെ കോൾ വന്നു. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ അവനോട് പറഞ്ഞു. ചിറ്റമ്മ പോയത് അവരുടെ വീട്ടിലേക്കായിരുന്നു. അവരുടെ അച്ഛനോട് നമ്മളോട് സംസാരിക്കാൻ. അങ്ങനെ അവരുടെ കല്യാണം ചിറ്റമ്മ പറഞ്ഞ് ഉറപ്പിച്ചു. അച്ഛനോടും ചിറ്റമ്മ എല്ലാം വിളിച്ചു പറഞ്ഞു. സമ്മതം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവന് ഒത്തിരി സന്തോഷമായി. അവൻ ചിറ്റമ്മയുടെ അടുത്തേക്ക് ഓടി നന്ദി പറഞ്ഞു കരഞ്ഞുകൊണ്ട്. അതുകൊണ്ട് ചിറ്റമ്മ പറഞ്ഞു, നീ എൻ്റെ മോനല്ലേടാ, എൻ്റെ സ്വന്തമാണ്. നീ വിഷമിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല. പറഞ്ഞതായാലും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.